നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാറിൽ തീരുമാനമെടുക്കാതെ മധ്യ ഗാസയിൽ ആക്രമണം തുടർന്ന ഇസ്രയേൽ. പലസ്തീൻ അഭയാർത്ഥി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കടുത്ത ആക്രമണം തുടരുകയാണ് IDF. മധ്യ ഗാസയിലെ അൽ നുസൈറത്ത്, അൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ ബോംബാക്രമണത്തിൽ 17 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്ലാമിക് ജിഹാദ് ഭീകരനെ വധിച്ചെന്ന് ഇസ്രയേൽ പ്രതികരിച്ചു. എന്നാൽ സാധാരണക്കാരുടെ മരണത്തിൽ പ്രതികരിച്ചിട്ടില്ല. റഫേൽ കൂടുതൽ ഇടങ്ങളിൽ പട്ടാള ടാങ്കുകൾ ഇറക്കിയിട്ടുണ്ട്. ടാങ്കുകളും യുദ്ധവിമാനങ്ങളും ചേർന്നുള്ള ആക്രമണമാണ് നടക്കുന്നത്. റഫയുടെ പല ഭാഗങ്ങളിലും ഇന്നലെ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു. പടിഞ്ഞാറൻ റഫേൽ, ടെൽ അൽ സുൽത്താൻ, അൽ ഇസ്ബ, സുറൂബ് പ്രദേശങ്ങളും നഗരമധ്യത്തിലെ ഷബൂറയിലും ഇസ്രയേൽ ടാങ്കുകൾ മുന്നേറുകയാണ്. ഗാസയിൽ ഇതുവരെ 37,347 പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ ഇസ്രയേലിന് ആയുധം വിൽക്കുന്നതിലുള്ള US നിയന്ത്രണങ്ങളെല്ലാം നീക്കുന്നതിന് ശ്രമം നടക്കുന്നതായി സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത് നെതന്യാഹു അവകാശപ്പെട്ടു. ബൈഡൻ ഭരണകൂടം ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിനെതിരെ അദ്ദേഹത്തിന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ തന്നെ പ്രതിഷേധമുണ്ടെങ്കിലും ഇടഞ്ഞു നിന്ന നേതാക്കൾ ആയുധ കച്ചവടത്തിന് ഒടുവിൽ സമ്മതം മൂളിയതായി വാഷിംഗ്ടൺ പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേൽ ലെബനൻ അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ബൈഡന്റെ സീനിയർ ഉപദേഷ്ടാവ് ആമോസ് ഹോക്സ്റ്റിൻ മേഖലയിലെത്തിയത്. അതേസമയം ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ പങ്കെടുത്ത ഇസ്രയേൽ സൈനികർക്കിടയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട്. ഒക്ടോബർ 7 ആരംഭിച്ച ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇതിനകം 10ലേറെ ഇസ്രയേലി സൈനികരാണ് ആത്മഹത്യ ചെയ്തത്. ഗാസ യുദ്ധം അവരുടെ മനസ്സുകൾ കേൾപ്പിച്ച മുറിവാണ് ഇതിന് കാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഗാസ മുനമ്പിലെ യുദ്ധത്തിൽ നിന്ന് തിരികെ എത്തി 2 ദിവസത്തിനു ശേഷം ഒരു ഇസ്രയേലി സൈനികൻ പരസ്യമായി ആത്മഹത്യ ചെയ്തെന്നാണ് ഏറ്റവും പുതിയ സംഭവം. ഇസ്രയേൽ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അനധികൃതമായി നിർമ്മിച്ച ഓർ യഹൂദ സെറ്റിൽമെന്റിൽ താമസിക്കുന്ന 21-കാരനായ സൈനികനാണ് ആരെ സ്ട്രീറ്റിൽ പരസ്യമായി ആത്മഹത്യ ചെയ്തത്. ഗാസ മുനമ്പിൽ സേവനമനുഷ്ഠിക്കുന്ന ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് റിസർവിലെ അംഗമായിരുന്ന അദ്ദേഹം 2 ദിവസം മുൻപാണ് സൈനിക വൃത്തി കഴിഞ്ഞ് ഇസ്രയേലിലേക്ക് തിരിച്ചെത്തിയത്. സൈനിക സേവനത്തിനായി ഗാസയിലേക്ക് മടങ്ങുന്നത് ഒഴിവാക്കാൻ ഇസ്രയേൽ റിസർവ് സൈനികൻ എലിറാൻ മിസ്രാഹി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി ഒരാഴ്ച മുൻപ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനിടെ ഒക്ടോബർ 7 ശേഷം 8663 ഇസ്രയേലി സൈനികർ മാനസികവും ശാരീരികവുമായ ചികിത്സ തേടിയെത്തിയതായി ഔദ്യോഗിക കണക്കുകൾ വെളിപ്പെടുത്തി. ഇവരിൽ 21% പേർ മാനസിക ചികിത്സയാണ് തേടിയത്. ഗാസയിലെ ദീർഘകാല സേവനത്തിനു ശേഷം മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്ത സൈനികൻ എലിറാൻ മിസ്രാഹിയുടെ സുഹൃത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.